ഈ വർഷത്തെ ജെഇ അഡ്വാൻസ്ഡ്, ജെഇ മെയിൻ, കേരള എഞ്ചിനീയറിംഗ്, ഐസർ, കുസാറ്റ് എൻട്രൻസ് ഉൾപ്പെടെയുള്ള നിരവധി എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ കൈവരിച്ചിരിക്കുന്നത് അവിസ്മരണീയമായ വിജയമാണ്. ഈ വിദ്യാർത്ഥികളെ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമന്റോയും നൽകി ഞങ്ങൾ ആദരിക്കുകയാണ്. ഈ മാസം 16-ാം തീയതി പാലായിലെ സെന്റ് തോമസ് കോളേജിന്റെ സ്പോർട്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിലൂടെ. ഈ വിക്ടറി ഡേയിൽ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടെ 5000-ത്തിലധികം ആളുകളാണ് പങ്കെടുക്കുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബ്രില്യന്റിന്റെ ക്യാഷ് അവാർഡും ഗോൾഡ് മെഡലും മൊമെന്റോയ്ക്കും അർഹരായ ആദ്യത്തെ 14 വിദ്യാർത്ഥികളെയാണ്. ആദ്യത്തെ വിദ്യാർത്ഥിയാണ് സഞ്ജയ് പി മലർ. സഞ്ജയ് പി മലർ കേരള എഞ്ചിനീയറിംഗിൽ 1-ാം റാങ്കും കുസാറ്റ് കാറ്റ് എക്സാമിൽ അഖിലേന്ത്യാ തലത്തിൽ 1-ാം റാങ്കും അതുപോലെ തന്നെ IIT-കളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 86 കരസ്ഥമാക്കി കേരളത്തിൽ 1-ാമതെത്തിയ വിദ്യാർത്ഥിയാണ്. അതുകൂടാതെ ജെഇ മെയിൻ പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 312 കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് സഞ്ജയ് പി മലാർ. സഞ്ജയ് കരസ്ഥമാക്കുന്നത് 10 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മൊമെന്റോയുമാണ്. ആഷിഖ് ടെന്നി ഈ വർഷത്തെ ജെഇ മെയിൻ പരീക്ഷയിൽ 100% സ്കോർ കരസ്ഥമാക്കി ഓൾ ഇന്ത്യ റാങ്ക് 29 നേടി കേരളത്തിൽ 1-ാമതെത്തിയ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 195 കരസ്ഥമാക്കി കുസാറ്റ് കാറ്റ് എക്സാമിൽ അഖിലേന്ത്യാ തലത്തിൽ 2-ാം റാങ്കും കേരള എഞ്ചിനീയറിംഗ് കീമിൽ 2-ാം റാങ്കും കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് ആഷിഖ് ടെന്നി. ആഷിഖ് കരസ്ഥമാക്കുന്നത് 10 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും അതുപോലെ തന്നെ മൊമെന്റോയുമാണ്. അടുത്ത വിദ്യാർത്ഥിയാണ് ഫ്രെഡി ജോർജ് റോബിൻ. കേരള എഞ്ചിനീയറിംഗിൽ 3-ാം റാങ്ക് കരസ്ഥമാക്കി ജെഇ മെയിൻ പരീക്ഷയിൽ 98-ാം റാങ്ക് അഖിലേന്ത്യാ തലത്തിൽ കരസ്ഥമാക്കുകയും ജെഇ അഡ്വാൻസ്ഡ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 531 കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് ഫ്രെഡി ജോർജ് റോബിൻ. നമ്മുടെ വിക്ടറി ഡേയിൽ ഫ്രെഡി ജോർജ് റോബിൻ കരസ്ഥമാക്കുന്നത് 5 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും അതുപോലെ തന്നെ മൊമെന്റോയുമാണ്. അടുത്ത വിദ്യാർത്ഥിയാണ് സായൂജ് കേരള എഞ്ചിനീയറിംഗിൽ 5-ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 290-ാം റാങ്കും ജെഇ മെയിൻ പരീക്ഷയിൽ ദേശീയ തലത്തിൽ 1380-ാം റാങ്കും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് 86-ഉം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് സായൂജ് പിയെ 3 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മൊമെന്റോയും നൽകിയാണ് ബ്രില്യൻ ഈ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ ആദരിക്കുന്നത്. അടുത്ത വിദ്യാർത്ഥിയാണ് ശിവരൂപ് ജെ. കേരള എഞ്ചിനീയറിംഗ് 9-ാമത്തെ റാങ്ക്, കുസാറ്റ് കാറ്റ് എക്സാമിൽ ദേശീയ തലത്തിൽ 4-ാമത്തെ റാങ്ക്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് 6, ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 259, ജെഇ മെയിൻ പരീക്ഷയിൽ 1272-ാം റാങ്കും കരസ്ഥമാക്കിയ ശിവരൂപ് ജയെ 3 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മെമന്റോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. അടുത്ത വിദ്യാർത്ഥിയാണ് പ്രഫുൽ കേശവദാസ്. കേരള എഞ്ചിനീയറിംഗ് റാങ്ക് 8-ഉം കുസാറ്റ് കാറ്റ് എക്സാമിൽ 7-ാമത്തെ റാങ്കും ദേശീയ തലത്തിൽ കരസ്ഥമാക്കി. അതുപോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് 24-ഉം ജെഇ മെയിൻ പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 620-ഉം ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 1086-ഉം കരസ്ഥമാക്കിയ പ്രഫുൽ കേശവദാസിനെ 2 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മൊമെന്റോയും നൽകിയാണ് ബ്രില്യന്റ് ആദരിക്കുന്നത്. അടുത്ത വിദ്യാർത്ഥിയാണ് ആര്യ രജനി. കേരള എഞ്ചിനീയറിംഗിൽ 10-ാം റാങ്ക്, ജെഇ മെയിൻ പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 2592, ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 4588 കരസ്ഥമാക്കിയ മിടുക്കിയായ വിദ്യാർത്ഥിനിയാണ് ആര്യ രജനി. ആര്യയെ 2 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മെമന്റോയും നൽകിയാണ് ബ്രില്യന്റ് ആദരിക്കുന്നത്. അടുത്ത വിദ്യാർത്ഥിയാണ് മാധവ് ആർ ബാബു. കേരള എഞ്ചിനീയറിംഗിൽ 11-ാം റാങ്കും കുസാറ്റ് കാറ്റ് എക്സാമിൽ ദേശീയ തലത്തിൽ 5-ാം റാങ്കും ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 307-ഉം ജെഇ മെയിൻ പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 446-ഉം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് മാധവ് ആർ ബാബു. മാധവ് ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ വെച്ച് കരസ്ഥമാക്കുന്നത് 2 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മെമന്റോയുമാണ്. അടുത്ത വിദ്യാർത്ഥിയാണ് മെൽവിൻ ബിജു. കേരള എഞ്ചിനീയറിംഗിൽ 12-ാം റാങ്കും കുസാറ്റ് കാറ്റ് എക്സാമിൽ ദേശീയ തലത്തിൽ 10-ാം റാങ്കും ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1156-ാം റാങ്കും ജെഇ മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1952-ഉം കരസ്ഥമാക്കിയ മെൽവിൻ ബിജുവിനെ 1 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മെമന്റോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. അടുത്ത വിദ്യാർത്ഥിയാണ് ശിവസുന്ദർ കരസ്ഥമാക്കിയിരിക്കുന്നത് കേരള എഞ്ചിനീയറിംഗിൽ 14-ാം റാങ്കും ജെഇ അഡ്വാൻസ്ഡിന് ഓൾ ഇന്ത്യ റാങ്ക് 666-ഉം ജെഇ മെയിൻ പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 2790-ഉമാണ്. ഈ വിക്ടറി ഡേയിൽ ശിവസുന്ദർ കരസ്ഥമാക്കാൻ പോകുന്നത് 1 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മെമന്റോയുമാണ്. അടുത്ത വിദ്യാർത്ഥിയാണ് മാനവ് മാത്യു സെബാസ്റ്റ്യൻ. കേരള എഞ്ചിനീയറിംഗിൽ 15-ാം റാങ്ക് കരസ്ഥമാക്കി കുസാറ്റ് കാറ്റ് എക്സാമിൽ ദേശീയ തലത്തിൽ 14-ാം റാങ്കും ജെഇ മെയിൻ പരീക്ഷയിൽ ദേശീയ തലത്തിൽ 1393-ാം റാങ്കും ജെഇ അഡ്വാൻസ്ഡിന് ഓൾ ഇന്ത്യ റാങ്ക് 1240-ഉം കരസ്ഥമാക്കിയ മാനവ് മാത്യു സെബാസ്റ്റ്യന് 1 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മെമന്റോയും നൽകിയാണ് ബ്രില്യന്റ് ആദരിക്കുന്നത്. അടുത്ത വിദ്യാർത്ഥിയെ നോക്കാം. ശ്രീരാം ആർ. കേരള എഞ്ചിനീയറിംഗ് റാങ്ക് 19,
കുസാറ്റ് കാറ്റ് എക്സാമിൽ ദേശീയ തലത്തിൽ 8ാം റാങ്ക്. ജെയ് മെയിന് ഓൾ ഇന്ത്യ റാങ്ക് 747. ജെയ് അഡ്വാൻസ്ഡിന് ഓൾ ഇന്ത്യ റാങ്ക് 890 കരസ്ഥമാക്കിയ ശ്രീറാം ആർ ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ വെച്ച് കരസ്ഥമാക്കുന്നത് 1 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മൊമെന്റോയുമാണ്. അടുത്ത വിദ്യാർത്ഥിയാണ് അസിൽ. അസിൽ ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗിൽ 21ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ്. അതുപോലെ കുസാറ്റിൽ ദേശീയ തലത്തിൽ 3ാമത്തെ റാങ്കും ജെയ് അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 722 ജെയ് മെയിന് ഓൾ ഇന്ത്യ റാങ്ക് 1122 കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് അസിൽ. അസിലിനെ 1 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മൊമെന്റോയും നൽകിയാണ് ബ്രില്യന്റ് ആദരിക്കുന്നത്. അടുത്ത വിദ്യാർത്ഥിയാണ് വിവേക് മേനോൻ. വിവേക് മേനോൻ ഇത്തവണത്തെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാമത്തെ റാങ്ക്, അതും 240ൽ 240 സ്കോറും കരസ്ഥമാക്കി അഖിലേന്ത്യാ തലത്തിൽ 1ാമതെത്തി ചരിത്രം സൃഷ്ടിച്ച വിദ്യാർത്ഥിയാണ് വിവേക് മേനോൻ. അതുപോലെ തന്നെ കേരള എഞ്ചിനീയറിംഗിൽ 26ാം റാങ്കും ജെയ് മെയിന് ദേശീയ തലത്തിൽ 1264ാം റാങ്കും ജെയ് അഡ്വാൻസ്ഡിന് ഓൾ ഇന്ത്യ റാങ്ക് 1117 കരസ്ഥമാക്കിയ ഈ മിടുക്കനായ വിദ്യാർത്ഥിയെ 1 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മൊമെന്റോയും നൽകിയാണ് ബ്രില്യന്റ് ആദരിക്കുന്നത്. ഒരിക്കൽ കൂടി ബ്രില്യന്റിന്റെ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ പങ്കെടുക്കാൻ എത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.